കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ ഓണാഘോഷത്തിന്റെ പ്രത്യേകതകൾ. ഓണം കേരളത്തിന്റെ മാത്രം ഉത്സവമെങ്കിലും 14 ജില്ലകളിലും അത് ആഘോഷിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ കാണാം. സദ്യ വിളമ്പുന്നത് മുതൽ കളികളിലും കലാരൂപങ്ങളിലും വരെ ഓരോ പ്രദേശത്തിനും സ്വന്തം ഭംഗിയുണ്ട്. എറണാകുളത്തെ തൃപ്പൂണിത്തറയിലെ അത്തച്ചമയമാണ് ഔദ്യോഗിക ഓണാഘോഷത്തിന്റെ തുടക്കം. തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഓണപ്പതാക ഉയർത്തിയാണ് ആഘോഷം തുടങ്ങുന്നത്. കണ്ണൂരിലെ ഓണത്തെയ്യത്തിൽ ചെറിയ ആൺകുട്ടികൾ മുഖമിനുക്കി വില്ലുമായി വീടുതോറും പോകുന്ന അനുഷ്ഠാനമുണ്ട്. അതുപോലെ കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ ഓണേശ്വര തെയ്യം നടക്കും. ഒരിക്കലും നിലത്ത് കാലുറയ്ക്കാതെ ഓടിക്കൊണ്ടാണ് ഇവർ പ്രകടനം നടത്തുന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളിൽ മാത്രം കാണുന്ന തൃക്കാക്കരയപ്പൻ അരിമാവിൽ കോലം വരച്ച് കളിമണ്ണ് കൊണ്ടുള്ള രൂപത്തെ പീഠത്തിലിരുത്തി പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കരിക്കാറുണ്ട്. തൃശൂരിലെ പുലികളി ഓണത്തിന്റെ മറ്റൊരു മുഖമാണ്. 4ാം ഓണം ദിനത്തിൽ നടക്കുന്ന പുലികളി കാണാൻ ആയിരങ്ങളെത്തും. ശരീരമൊട്ടാകെ പെയിന്റ് പൂശി പുലിയായി മാറുന്ന കലാകാരന്മാർ വന്യമായ താളത്തിൽ കളിക്കുന്നതാണ് ഇതിന്റെ ഭംഗി. തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും പുലികളി നടക്കും. അതുപോലെ കുമ്മാട്ടിക്കളിയും തൃശൂരിന്റെ തന്നെ പ്രത്യേകതയാണ്. ഓണത്തപ്പനെ വരവേൽക്കാനുള്ള ഈ കളി പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിലും പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ കേരളത്തിലാകെ പ്രശസ്തമായിരുന്ന ഓണത്തല്ല് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. കൂടാതെ ഓണക്കാലത്ത് ഓണക്കളി, കമ്പിത്തായം, തലപ്പത്ത് കളി, കിളിത്തട്ട് കളി തുടങ്ങിയ വിനോദങ്ങൾ നടക്കാറുണ്ട്. ഓണസദ്യയ്ക്കും ജില്ലകളിൽ വ്യത്യാസമുണ്ട്. തിരുവിതാംകൂർ പ്രദേശത്ത് ആദ്യം പരിപ്പ് കറി വിളമ്പും. പച്ചമോരും നിർബന്ധമാണ്. കുട്ടനാട്ടിൽ ഉത്രാടം മുതൽ 7 ദിവസം വരെ ഓണസദ്യ കഴിക്കുന്ന പതിവ് നിലനിന്നിരുന്നു. ഇങ്ങനെ കേരളത്തിലെ ഓരോ ജില്ലകളിലും സ്വന്തം പ്രത്യേകതകളോടെ ഓണത്തെ ആഘോഷിക്കുന്നു. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.